നമ്മൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഡബിൾ ഇൻറ്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ ലിമിറ്റ്സ് വേണം അല്ലേ. എക്സിൻ്റെയും വൈൻ്റെ ഒക്കെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരിക, അതായത് ലിമിറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും തുടർന്ന് അങ്ങോട്ട് വരുന്ന പ്രോബ്ലംസിലൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇനി ആ ലിമിറ്റ്സ്, എക്സിൻ്റെ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, വൈൻ്റെ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ റിമാർക്ക് പറയുന്നത്. ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ഇവാലുവേറ്റിംഗ് എ ഡബിൾ ഇൻറ്റഗ്രൽ ക്യാൻ ബി ഫൈൻഡിങ് ദ ലിമിറ്റ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇപ്പോൾ ഒരു ഡബിൾ ഇൻറ്റഗ്രൽ സോൾവ് ചെയ്യാൻ വരുമ്പോൾ നമുക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫേസ് ചെയ്യാം ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ, ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് ടു ഇവാലുവേറ്റ് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എ ഓവർ എ റീജിയൻ ആർ ഇൻറ്റഗ്രേറ്റിംഗ് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഒരു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എ കണ്ടുപിടിക്കണം ഓവർ എ ഗിവൺ റീജിയൻ ആർ. നമുക്കൊരു ഗിവൺ റീജിയൻ തന്നിട്ടുണ്ട് ആറിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, ദെൻ വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം. ആദ്യം വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ എക്സിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഓർഡർ അങ്ങോട്ട് മാറ്റിയിട്ട് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് ഫിബിനീസ് തിയറത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്, രണ്ട് ഡെഫിനേഷനൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചാണ്. അപ്പം നമ്മൾ ഇവിടെ പറയുന്നത് ഫസ്റ്റ് ഏതിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണത്, ഇൻറ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണത്, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് സ്കെച്ച് ദ റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ ആൻഡ് ലേബൽ ദ ബൗണ്ടറീസ് ഓഫ് ദി കർവ്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ആദ്യം ആ റീജിയൺ ഓഫ് ഇൻറ്റഗ്രേഷൻ വരയ്ക്കാം, അതിൻ്റെ ലേബൽ ദ ബൗണ്ടറി കർവ്സിൻ്റെ ബൗണ്ടറീസ് കൂടിയും വരയ്ക്കാം. ഇപ്പം എന്താണ് അതെന്ന് നോക്കാം നമ്മൾ. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു ആർ എന്ന് പറയുന്ന റീജിയൻ നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ചു, എക്സ് വൈ ആക്സിസ് ആണ്. അപ്പോൾ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റീജിയൻ ആണ് നമ്മുടെ റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ എങ്കിൽ അത് നമ്മൾ ഈ റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ വരയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ ബൗണ്ടറീസ് മാർക്ക് ചെയ്യുക. അതാണ് ബൗണ്ടറി പറയുമ്പോൾ ഈ ഒരു ഇത് അങ്ങനെ ഈ ബൗണ്ടറീസ് നമ്മൾ എന്ത് ചെയ്യാണ്, മാർക്ക് ചെയ്യുക. ബൗണ്ടറി ആയിട്ടുള്ള കർവ്സ് മാർക്ക് ചെയ്യുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു വെർട്ടിക്കൽ ലൈൻ നമ്മൾ ഇമാജിൻ ചെയ്യാം, കട്ടിങ് ത്രൂ ആർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് വൈ എന്ന് പറഞ്ഞു. നമ്മളൊരു വെർട്ടിക്കൽ ലൈന് എൽ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യാം. അതെന്ത് ചെയ്യുന്നുണ്ട്, ആറിനെ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവും ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് വൈ ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിൽ അതിനെ കട്ട് ചെയ്ത് പോകും എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മാർക്ക് ദ വൈ വാല്യൂസ് വേർ എൽ എൻ്റർ ആൻഡ് ലീവ് ദ റീജിയൻ ആർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ എടുക്കുക, ആ ലൈന് ആർ എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ റീജിയനിൽ എൻ്റർ ചെയ്യുന്ന വൈ വാല്യൂ മാർക്ക് ചെയ്യാം. അതേമാതിരി തന്നെ അത് അവിടുന്ന് ആറിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന വാല്യൂ എന്ത് ചെയ്യുക, നമ്മൾ നോട്ട് ചെയ്യാം. അതായിരിക്കും എന്ത്, വൈൻ്റെ ലിമിറ്റ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പം ഞാൻ വീണ്ടും ഒരു റീജിയൻ എടുത്ത് കാണിച്ചു തരാം. നമ്മളൊരു ഗിവൺ റീജിയൻ, നമ്മുടെ റീജിയൻ ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ചോ. ഇങ്ങനെ വേണ്ട, നമ്മുടെ റീജിയൻ ഇങ്ങനെ ഒരു റീജിയൻ ആയിരുന്നു നമ്മുടെ റീജിയൻ എന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഈ റീജിയൻ ആയിരുന്നു നമ്മുടെ റീജിയൻ. ഇപ്പം നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ എടുക്കണം. അതെന്ന് പറയുന്നത് ഈ ആർ എന്ന് പറയുന്ന റീജിയനെ കട്ട് ചെയ്യണം അല്ലേ. വെർട്ടിക്കൽ ലൈൻ പറഞ്ഞാൽ എന്താ, ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻസിനെയാണ് വെർട്ടിക്കൽ ലൈൻ. അപ്പം ഞാനൊരു വെർട്ടിക്കൽ ലൈൻ എടുത്തു. അതെന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, ആറിനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളോട് പിന്നെയും പറഞ്ഞിട്ടുണ്ട് അല്ലേ, കട്ട് ഇൻ ദ ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിലാണ് കട്ട് ചെയ്യണത്, ആസ് വൈ ഇൻക്രീസസ്. വൈ ഇൻക്രീസ് ചെയ്യുക പറഞ്ഞാൽ എന്താ, വൈ ഇവിടുന്ന് ഇങ്ങനെ കൂടി പോവുക അല്ലേ. ഇതാണ് വൈ ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ. എന്താ പറയുന്നത്, ഇങ്ങനെ പറയുന്ന ഒരു ഡയറക്ഷനിലാണ് വൈ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ ഗിവൺ റീജിയനിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണ് ആ എല്ലിന്ന്. ഇപ്പം നമുക്ക് ഈ എല്ലിങ്ങനെ ഈ റീജിയനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലുള്ള വൈ വാല്യൂ എന്ന് പറയുന്നത് മാർക്ക് ചെയ്യാം. അതേമാതിരി തന്നെ ഈ ലീവ് ചെയ്തിട്ട് ആ റീജിയൻ ലീവ് ചെയ്തിട്ട് പിന്നെയും ആ ലൈൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും നമ്മൾ ലേബൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ കിട്ടുന്നതാണ് വൈൻ്റെ എന്ത് പറയണത്,
ലിമിറ്റ്സ് എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കുക, ഈ ഒരു മൊത്തത്തിലുള്ള റീജിയൻ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈന് എവിടുന്ന് മുതൽ എവിടം വരെയാണ് നീക്കേണ്ടത് നോക്കുക. അപ്പോൾ ഞാൻ ഈ ലൈൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇതുവരെ നീക്കിക്കഴിഞ്ഞാലല്ലേ ഈ ഒരു ലൈൻ കൊണ്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന റീജിയൻ മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് മുതൽ ഞാൻ ഇവിടെ വരെയാണ് ഈ ലൈനിന്, അതായത് ഈ ലൈൻ ഇങ്ങനെ ബെല്ല നീക്കി ഇവിടെ വരെ കൊണ്ടുവരണം. എന്നാലാണ് ഈ ഒരു റീജിയൻ മുഴുവൻ നമുക്ക് കവർ ചെയ്തിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെ ആയിരിക്കും എന്ത് പറയുന്നത്, എക്സിൻ്റെ ലിമിറ്റ്സ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയണത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിൻ്റെയും വൈൻ്റെയും ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഈ ഒരു യൂസിങ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഇൻ്റഗ്രൽ ആർ ഓഫ് എക്സ് എസ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡി വൈൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സിലായിരിക്കും വരിക. എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ലിമിറ്റും ആയിട്ടായിരിക്കും വരും. അപ്പോൾ അത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇനി നമുക്ക് തിരിച്ച് വേണം അല്ലേ, നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യണത് വിത്ത് റെസ്പെക്റ്റ് ടു എക്സിലും പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നെ വൈയിലും ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഗ്രാഫ് തന്നെ നിങ്ങൾക്ക് വരച്ചിട്ട് പറഞ്ഞു തരാം. നമ്മുടേതായിരുന്നു. ഇപ്പം നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി മാറ്റിയിട്ട് എടുക്കുകയാണ്. നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു റീജിയനൊക്കെ ആയിരുന്നു. ഇങ്ങനെയുള്ള ഒരു റീജിയൻ വേണ്ട, വെച്ച് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്ന ഒരു റീജിയൻ തന്നെയാണെന്നൊന്ന് എടുത്തോ. അപ്പോൾ ഇങ്ങനെ ഒരു റീജിയനാണ് എടുത്തതെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കേണ്ടത്, നമ്മൾ നേരത്തെ എന്താ എടുത്തിരുന്നത്, വെർട്ടിക്കൽ ലൈനാണ് എടുത്തിരുന്നത്. അപ്പം നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നതിനാണ് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയും. നമുക്ക് എക്സിലല്ലേ നമ്മൾ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുക. അപ്പോൾ ഞാനൊരു എൽ എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഈ എല്ല് എവിടെയാണോ ഇവിടെ ഫസ്റ്റ് ടച്ച് ചെയ്യണ ആ പോയിന്റ് മാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ലീവ് ചെയ്യണ പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ആ 2 പോയിന്റ്സ് ആയിരിക്കും നമുക്ക് എന്ത് അറിയാം, 2 പോയിന്റ്സ് എന്തായിരിക്കും, ലിമിറ്റ്സ് ഓഫ് എക്സ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ എൽ എന്ന് പറയുന്ന ഈ ലൈനിനെ എവിടെ മുതൽ എവിടം വരെ നീക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഈ റീജിയൻ മൊത്തം കവർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ റീജിയൻ കവർ ചെയ്യുക, ഈ എൽ എന്ന് പറയുന്ന ലൈനിനെ ഞാൻ ഇതുപോലെ ഇതുവരെ കവർ ചെയ്യണ്ടേ. അതായത് ഈ എൽ എന്ന് പറയുന്നതിന് എങ്ങനെ നീക്കി മൊത്തം ഇതുവരെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു റീജിയൻ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഇതുവരെയുള്ള ആ വാല്യൂ ഏത് വരെയാണ് വാല്യൂ ചെയ്യുന്നത് നോക്കാം. അതായിരിക്കും വൈൻ്റെ ലിമിറ്റ് കൂടിയും വരും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിമാർക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി മനസ്സിലാവാത്തവർ ഒന്നുകൂടി ജസ്റ്റ് വായിക്കാം. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോബ്ലം 4 പറയുന്നത് എങ്ങനെയായിരുന്നു, ഇൻ്റഗ്രേറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ബൈ വൈ ഓവർ ദ റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ബൗണ്ടഡ് ബൈ ദ ലൈൻസ് വൈ ഈസ് ഈക്വൽ ടു എക്സ്, വൈ ഈസ് ഈക്വൽ ടു 2x ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ബൈ വൈ എന്ന് പറയുന്നത് ഒരു റീജിയൻ ഓഫ് റീജിയൻ 6 തന്നിട്ടുണ്ട്. നമ്മളോട് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ബൗണ്ടഡ് ബൈ ദിസ് ലൈൻസ്, ഈ ഒരു ലൈൻസ് ബൗണ്ടഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പം എന്താ ഈ ഫസ്റ്റ് ക്വാഡ്രന്റ്, അതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, നമ്മൾ എക്സ് വൈ ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും എടുത്തു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആൻഡ് തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഇപ്പം നമ്മുടെ റീജിയൻ കിടക്കുന്നത് എവിടെയുള്ളൂ, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. ഇനി നമ്മൾ ഈ എന്താ പറയുക ഫസ്റ്റ് ക്വാഡ്രന്റ്, അപ്പം നമ്മുടെ ഈ ഭാഗത്താണ് കർവ് വരിക എന്നുള്ള ഒരു ധാരണ നമുക്ക് കിട്ടി അല്ലേ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അപ്പം ഞാനത് വരയ്ക്കുകയാണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ 0 ദെൻ 1 ദെൻ 2 3 മാർക്ക് ചെയ്തു അല്ലേ. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമ്മൾ അത് കൂടെ ഒരു ലൈന് ഡ്രോ ചെയ്തു, എക്സ് ഇസ് ഈക്വൽ ടു 1. ഇനി അതേമാതിരി തന്നെ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ അതും ഡ്രോ ചെയ്തു. ഇനി നമുക്ക് വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് തന്നിട്ടുള്ളത് അല്ലേ. വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ എന്ത് തന്നെ വരിക, 0 വരും. എക്സിന് 1 കൊടുക്കുമ്പോൾ വൈ എന്ത് തന്നെ 1 വരും. എക്സിന് 2 കൊടുക്കുമ്പോൾ വൈക്ക് എന്ത് വരും, 2. നമ്മൾ നെഗറ്റീവ് വാല്യൂസ് നോക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ഫസ്റ്റ് ക്വാഡ്രന്റിലെ കാര്യം പറഞ്ഞു അല്ലേ. ഇപ്പോൾ 0 0 എന്ന് പറയുന്ന പോയിന്റ് ഏതാ, ഈ ഒരു പോയിന്റ്. 1 1 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും, ഇങ്ങനെ പോവും. ഇതിങ്ങനെ പോവേ, ഇതിൽ സ്ക്രീനിൽ കൊള്ളാത്തതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ ആ ഒരു ലൈൻ എന്ന് പറയുന്നത് പോവും.
ഇനി അതേമാതിരി തന്നെ y is equal to 2x. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ അടുത്ത ലൈൻ നമുക്ക് വരയ്ക്കേണ്ടത് y is equal to 2x ആണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ y 0 ആവും. എക്സിന് 1 കൊടുക്കുമ്പോൾ y 2 ആവും. ഓക്കെ, അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ കൂടെ ഇതെങ്ങനെ പോകുന്ന ഒരു ലൈനും ആയിരിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഷോർട്ടാക്കി വരച്ച് തരാം. അപ്പം നമ്മളതിൻ്റെ അതായത് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരും, അതേമാതിരി തന്നെ ഇങ്ങനെ ഒരു ലൈന് പോകുകയുണ്ടാവും. എക്സ് ഇസ് ഈക്വൽ ടു 1ഉം എക്സ് ഇസ് ഈക്വൽ ടു 2 അതിനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീജിയനാണ്, ഇത്രയും റീജിയനാണ് നമ്മുടെ എന്ത് പറയുന്നത്, റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ ഡ്രോ ചെയ്തു. ഇനി നമുക്ക് ലിമിറ്റ്സ് കൂടിയും കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫിഗർ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വരച്ചതാണ്. ആദ്യം നമ്മൾ എന്താ ചെയ്തത്, എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ ഡ്രോ ചെയ്തു, എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈൻ ഡ്രോ ചെയ്തു, അത് കഴിഞ്ഞിട്ട് വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഡ്രോ ചെയ്തു, അതുമാതിരി തന്നെ വൈ ഇസ് ഈക്വൽ ടു 2x. ഇതൊക്കെ പാടെ ബൗണ്ടഡ് ചെയ്ത് വരുന്ന ഈ ഒരു റീജിയനെ നമ്മൾ ഷെയ്ഡ് ചെയ്തു അല്ലേ. ഇനി നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ്. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണത് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ്, അതിനുശേഷം വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇൻ്റഗ്രേറ്റിംഗ് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ്. അപ്പോൾ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ എടുക്കേണ്ടത്, ഒരു വെർട്ടിക്കൽ ലൈന് എൽ എടുക്കണം. അതെന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ റീജിയൻ ആറിനെ കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈനാണ് എൽ. അപ്പോൾ ആ എൽ എന്ന് പറയുന്നത് എങ്ങനെ കട്ട് ചെയ്ത് പോകണം, ആസ് ദ ഇൻക്രീസിങ് ഡയറക്ഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞു, വൈ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്. അപ്പോൾ ഇവിടുന്ന് ലൈൻ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലൈൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു, വൈൻ്റെ ഡയറക്ഷനിൽ ഇങ്ങനെയാണ് ആ ലൈന് പോയത്. അപ്പോൾ ഈ ലൈന് ഈ ഒരു പോർഷനെ ബൗണ്ടറി, അതായത് ആർ എന്ന് പറയുന്ന റീജിയൻ്റെ ഒരു ബൗണ്ടറീനെ കട്ട് ചെയ്തു. ആ കട്ട് ചെയ്തിട്ട് റീജിയൻ കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പോയിന്റ് കൂടെ അതെന്ത് ചെയ്തു, കട്ട് ചെയ്ത് പുറത്തേക്ക് പോയി. അപ്പോൾ നമ്മളിവിടെ ടച്ച് ചെയ്യുമ്പോൾ വൈ എവിടെയാണ് ടച്ച് ചെയ്യുന്നത്, വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനിനെയാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് അല്ലേ. അതായത് ഇവിടെ ഈ ഫസ്റ്റ് കട്ട് ചെയ്യുന്ന ഈ എൽ എന്ന് പറയുന്ന ലൈന് ഫസ്റ്റ് കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്, വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഗ്രാഫിനെയാണ് കട്ട് ചെയ്യുന്നത്. സോ വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് എവിടെയാണ് എൽ കട്ട് ചെയ്യുന്നത് നോക്കുക. ആ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമുക്കത് വൈ ഈസ് ഈക്വൽ ടു 2x എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈൻ്റെ ലിമിറ്റ്സ് കിട്ടിപ്പോയി. ഏതൊക്കെയാണ് വൈൻ്റെ ലിമിറ്റ്സ്, വൈ എന്ന് പറയുന്നത് ഇൻറ്റിഗ്രേഷൻ വൈ ഈസ് ഈക്വൽ ടു എക്സ് മുതൽ വൈ ഈസ് ഈക്വൽ ടു 2x വരെയാണ്. അപ്പോൾ വൈൻ്റെ ലിമിറ്റ് എവിടെ നിന്ന് മുതൽ എവിടെ വരെ എന്ന് പറയാം, നമുക്ക് എക്സ് ടു 2x ആണ് വൈൻ്റെ ലിമിറ്റ് കിട്ടിയത്. നമുക്ക് എക്സിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം അല്ലേ. എക്സിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈനിനെ, അതായത് എൽ എന്ന് പറയുന്ന ലൈനിനെ എവിടുന്ന് മുതൽ എവിടം വരെ മൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ മൊത്തത്തിലുള്ള റീജിയൻ കവർ ചെയ്യാൻ പറ്റിയെന്ന് നോക്കുക അല്ലേ. അപ്പോൾ ഇവിടുന്ന് മുതൽ ഈ ലൈനിനെ ഞാൻ ഇങ്ങനെ നീക്കി ഇതുവരെ കൊണ്ടുവരണം. ഇതുവരെ കൊടുത്താലാണ് ആ ലൈൻ എല്ലുകൊണ്ട് നമുക്ക് മൊത്തത്തിലുള്ള ഈ റീജിയൻ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് വരെയാണ് അത് എവിടുന്ന് മുതൽ എവിടം വരെയാണ് വേരി ചെയ്യുന്നത്, 1 മുതൽ 2 വരെയാണ് നമുക്ക് ഈ ലൈനിനെ ഇങ്ങനെ നീക്കിയാൽ മതി. 1 മുതൽ 2 വരെ നീക്കിക്കഴിഞ്ഞാൽ ആ റീജിയൻ മൊത്തത്തിൽ എന്ത് ചെയ്യും, കവർ ചെയ്യും. അപ്പോൾ ആ ലിമിറ്റ് എന്താ പറയുക, എക്സിൻ്റെ ലിമിറ്റ് നമുക്ക് ഏതൊക്കെ കിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതും എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നതും കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ വരഞ്ഞു, അതിനുശേഷം നമ്മൾ എൽ എന്ന് പറയുന്ന ഒരു ലൈൻ ഡ്രോ ചെയ്തു. ആ ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്ത് കൊണ്ടുപോയപ്പോഴാണ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇൻറ്റഗ്രേഷൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് കൊമ വൈ ഡി എ ഇസ് ഈക്വൽ ടു, നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ്. സോ ഉള്ളിലുള്ളത് വൈൻ്റെ എടുക്കുക, പുറത്തുള്ളത്, അതായത് ആദ്യം നമ്മൾ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈയിലായതുകൊണ്ട് ആ ഇതിനെ നമ്മൾ ഉള്ളിലെടുക്കുക, ബാക്കിയുള്ളതിനെ പുറത്തെടുക്കുക. അപ്പം പുറത്ത് ഏതായിരിക്കും, ഡി എക്സ് ആണ്. എക്സിൻ്റെ ലിമിറ്റ് എവിടെ നിന്ന് മുതൽ എവിടെ വരെ വാരി ചെയ്യുന്നതെന്ന് പറഞ്ഞത് 1 മുതൽ 2 വരെയാണ് വാരി ചെയ്യുന്നത്. വൈൻ്റെ ലിമിറ്റ് എവിടെ നിന്ന് മുതൽ എവിടെ വരെ വാരി ചെയ്യുന്നത്, എക്സ് മുതൽ 2x വരെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. കീപ്പിംഗ് എന്താണ് നമ്മൾ ചെയ്യുന്നത്, എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇത് മാത്രം, ഈ ഇൻറ്റഗ്രൽ മാത്രമായിട്ട് ഞാൻ എടുത്തു വരാം. ഇൻറ്റഗ്രൽ എക്സ് ടു 2x എക്സ് ബൈ വൈ ഡി വൈ എന്ന് വരുന്നു. അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, ഇൻറ്റഗ്രൽ 1 ബൈ വൈ ഡി വൈ എന്ന് വരും അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രൽ 1 ബൈ വൈ ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് ലോഗ് വൈ എന്ന് നമുക്ക് കിട്ടും.
ഇനി നമുക്ക് ലോഗ് വൈക്ക് ലിമിറ്റ് കൊടുക്കണം അല്ലേ. ലോഗ് വൈക്ക് എവിടെ നിന്ന് മുതൽ എവിടെ വരെ ലിമിറ്റ് കൊടുക്കണം? എക്സ് ടു 2x നമ്മൾ ലിമിറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ലോഗ് വൈ എന്ന് കിട്ടി. വൈൻ്റെ ലിമിറ്റ് നമ്മൾ കൊടുക്കുക y = x മുതൽ y = 2x. അപ്പോൾ അതെന്ത് വരും? ഇൻറ്റഗ്രൽ 1 to 2x ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ln 2x മൈനസ് ln x എന്ന് കിട്ടി അല്ലേ. ഇപ്പം നമുക്ക് ലോഗ് എ മൈനസ് ലോഗ് ബി എന്നാണെങ്കിൽ നമുക്ക് അതിനെ ലോഗ് എ ബൈ ബി എന്ന് എഴുതിക്കോടെ. അതായത് ln ലോഗ് എ മൈനസ് ലോഗ് ബി = ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. അതേമാതിരി നമ്മളിതിനെ എഴുതുമ്പോൾ ln 2x ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. എക്സ് ഇവിടെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് എന്ത് എഴുതാൻ പറ്റും? ln 2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേം എന്തായിട്ട് മാറി? ln 2 എന്നായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയുക? എന്താക്കി എഴുതാൻ പറ്റും? ഇൻറ്റഗ്രൽ 1 to 2x ഇൻറ്റു ln x എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ ഇനി വിത്ത് റെസ്പെക്ട് എക്സിനാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ln 2 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ ln 2നെ പുറത്തേക്ക് എടുത്തു. ഇൻറ്റഗ്രൽ x dx എന്ന് പറഞ്ഞു. ഇൻറ്റഗ്രൽ x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x² 2 ആണ്. അപ്പോൾ അതെന്തായിട്ട് മാറി? ln 2 ഇൻറ്റു x² ഡിവൈഡഡ് ബൈ 2 വിത്തിൻ ദ ലിമിറ്റ് 1 to 2 എന്ന് പറഞ്ഞു. ഇനി ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ln 2 ഇൻറ്റു x² എന്ന് പറയുമ്പോൾ എന്ത് വരും? 2² എന്ന് പറയുമ്പോൾ 4/2 മൈനസ് നമുക്ക് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 1/2 എന്ന് വരും അല്ലേ. ഇപ്പോൾ 4/2 മൈനസ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? = ln 2 ഇൻറ്റു എന്ത് വരും? 3/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ആൻസർ കിട്ടിയത്. വിച്ച് ഈസ് ഈക്വൽ ടു 3/2 log 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അത്രയാണ് ഉണ്ടായിരുന്നത്. ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഫസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ വരച്ചിട്ട് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. അത് കർവിനെ എവിടെയാണ് ടച്ച് ചെയ്യുന്നത്, അതായത് ആർ എന്ന് പറഞ്ഞ റീജിയനെ ഫസ്റ്റ് എവിടെയാണ് കട്ട് ചെയ്യുന്നതെന്നും പിന്നെ ലാസ്റ്റ് അത് എവിടെ കട്ട് ചെയ്തിട്ടാണ് അത് ആ റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതെന്ന് നോക്കാം. ആ രണ്ട് കർവ്സിൻ്റെ കർവ് ഏതാണോ അത് എഴുതുക. അപ്പോൾ വൈൻ്റെ ലിമിറ്റ് x മുതൽ 2x വരെയാണ് വേരി ചെയ്യുന്നത്. നോക്കി, ഈ ലൈനിനെ നമ്മൾ എവിടുന്ന് മുതൽ എവിടം വരെ നീക്കി കഴിഞ്ഞാലാണ് ആ മൊത്തത്തിലുള്ള റീജിയൻ ആറ് കവർ ചെയ്യാൻ നോക്കുക. അപ്പോൾ എവിടുന്ന് മുതൽ എവിടം വരെ നീക്കിയാലായിരിക്കും? 1 മുതൽ 2 വരെ നീക്കിയാലായിരിക്കും മൊത്തത്തിലുള്ള റീജിയൻ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം പ്രൊസീജിയർ.